കുറുവാസനത്തിലെ ഉടായ്പകളുടെ പിന്നിലെ ശാസ്ത്രം. എല്ലാ ഉടായ്പകളുടെ പിന്നിലും ചില സയൻസും ശാസ്ത്രവുമൊക്കെ ഉണ്ടെന്നറിയാമോ? ഇത്തരം സാധ്യതകൾ വെച്ചുള്ള സമർത്ഥമായ കച്ചവടമാണ് കുറുവാസനം പോലെയുള്ള പൈശാചിക കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഇതും ആത്മീയതയാണെന്നാണ് മൊണ്ണവിശ്വാസികൾ കരുതുന്നത്. അധ്യാപകനായ ഡോക്ടർ റെജിയുടെ വാക്കുകൾ കേൾക്കുക. ഞാൻ റെജി എന്ന് പറയുന്ന ആളാണ്, അധ്യാപകനാണ്. അപ്പൊ ഞാന് ഇപ്പൊ ഒരു വീഡിയോ കണ്ടു, ഒരാള് കൃപാസനത്തിൽ പോയതും അത് കഴിഞ്ഞുള്ള വീഡിയോ. അപ്പൊ ഞാനിതിന്റെ ശാസ്ത്രീയ വശം പറയാതെ, ഇത് ശരിക്കും പറഞ്ഞാല് ഇത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇവര് ചെയ്യുന്നത്. കാരണം ഇത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള, സാറും പഠിച്ചിട്ടുള്ള പ്രോബബിലിറ്റി തിയറി പഠിച്ചിട്ടുള്ളതല്ലേ. ഈ പ്രോബബിലിറ്റി തിയറിയില് ഇവർ 6 കാര്യങ്ങൾ വെച്ചാണ് ഈ പ്രാർത്ഥിക്കാൻ വെക്കുന്നത്. അതിനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ 6 കാര്യങ്ങൾ എടുത്താല് ഈ 6 കാര്യങ്ങളിൽ 1 വർഷം കൊണ്ട് ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും, പെണ്ണിന്റെ കല്യാണം ആകാം, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് പ്രശ്നമാകാം. അതിലൊരു കാര്യം 1,00,000 പേരിൽ എങ്ങനെയാണേലും ഒരു 5,000 പേർക്കെങ്കിലും സാധിക്കും. ഈ 5,000 വെച്ച് നോക്കിയാലും അങ്ങനെ സംഭവിക്കും. സാമാന്യത അത് സയൻസ് ആണ്, പ്രോബബിലിറ്റി തിയറി. നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങളാണ്, ബികോസ് പഠിക്കാറുണ്ട്, സയൻസിനകത്തൊക്കെ ഉണ്ട് പ്രോബബിലിറ്റി തിയറി. അപ്പം ഈ 6 എണ്ണമായി കഴിയുമ്പോൾ ഇവൻ പിടിയാല, അല്ല ഒരെണ്ണം പോയി കഴിയുമ്പോൾ 5 എണ്ണായില്ലേ, പിന്നെയും പിടിയാല. അന്നേരത്തെ ഇവന്റെ തല കൊണ്ട മറ്റവന്റെ കഷ്ടത്തിലായി. അത് കഴിയുമ്പം വീണ്ടും തുടങ്ങും, 4 എണ്ണം കൂടെ വെച്ചിട്ട് 6 ആക്കണം, വീണ്ടും ഉടമ്പടിയാണ്. അപ്പം യാദൃശ്യവശാല് നമ്മൾ ഈ ചിക്കാരി ചെമ്പിന്റെ കാര്യം പറഞ്ഞ പോലെ ചിലപ്പം എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഇത് തന്നെ ആണ് ഈ സംഭവിക്കുന്നതിനെന്ത് ഈ കോഴി മുട്ടയിട്ടിട്ട് പോകുന്ന പോലെ സർവരോടും പറഞ്ഞാണ്. ഇവര് പോലും അറിയാതെ ഫലം കിട്ടുമെന്നുള്ളതാണ് ഇവരോട് ഈ കൗൺസിലിംഗിൽ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് മാത്രമല്ല, ഇത് അടിച്ച് പത്രം അടിച്ചിട്ട് ഇവരെ കൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം വിതരണം ചെയ്യിക്കുകയും കൊടുപ്പിക്കും. ഈ ക്രിസ്ത്യാനികൾക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയുമോ? കറക്റ്റ്. ഇപ്പൊ ഞാൻ ഇതേപോലെ പെട്ടുപോയിരുത്തനാളെ എനിക്കറിയാം, എന്റെ അടുത്തുള്ള ഇതേപോലെ ഉള്ള ആവശ്യക്കാരൻ ആരാന്ന് കൃത്യമായ നിഷിലേക്കാണ് ഇവന്മാർ കൊണ്ട് ഈ മെസ്സേജ് കൊടുക്കുന്നത്. അതിന്റെ റിസൾട്ട് അവിടെ കിട്ടുകയും ചെയ്യും. റിസൾട്ട് അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഏത് കാര്യമാണ്, പിന്നെ ഇവരുടെ അടുത്ത് അന്വേഷിക്കാൻ ആളുണ്ട്. അന്വേഷിക്കാൻ ആളെന്ന് പറഞ്ഞാൽ ഇവര് കാശൊക്കെ ഉള്ളവരാണെന്ന് പറഞ്ഞാല് ഇവരുടെ കുടുംബകാര്യങ്ങൾ മുഴുവൻ അവിടെ കൊണ്ടുപോയി പറയും. ഈവൻ നമ്മുടെ കത്തോലിക്ക പള്ളി പോലും ഒരു അച്ഛൻ വന്നു കഴിഞ്ഞാല് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർ 2-3 പേരെ നിയമിച്ചിരിക്കും. ഫിനാൻഷ്യലി നമുക്ക് മുതലാക്കാൻ പറ്റാവുന്ന സാമ്പത്തികം ഉണ്ടോ, നമ്മുടെ വീട്ടിൽ വല്ല അവിഹിതം ഉണ്ടോ, സെക്ഷുവലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റാവുന്ന കക്ഷികൾ പള്ളിയിൽ ആരൊക്കെയാണുള്ളത്, ഏകദേശം ഉണ്ട്. ഈ അടിയിലെ പണി കൊടുക്കുന്നവന്മാര് ഇതുപോലെ തന്നെ ഇവർ പോയി അന്വേഷിക്കും കുറച്ചൊക്കെ. എന്നിട്ട് വിളിച്ചു പറയും, ഇവിടെ ഇങ്ങനത്തെ അമ്മച്ചിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ല അപ്പച്ചന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ എത്ര കാലമായി ഓടുന്നു. സാർ ഈ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി തിയറി അനുസരിച്ച്, അതായത് ഈ പലരും അവനവന്റെ കാര്യസാധനത്തിന് വേണ്ടി പല രീതിയിലും പലതരത്തിലും പണവും എഫോർട്ടും മുടക്കിയിട്ടുണ്ടാവും. എന്നാ പുള്ളി ഇതിനകത്ത് 1,000 രൂപ ഇതിനകത്ത് പോട്ടെന്ന് അവരങ്ങ് വെക്കും. കിട്ടിയാൽ ഊട്ടിയല്ലേ ചട്ടി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ജനതീയമായിട്ട് തന്നെ നമ്മളൊക്കെ ഒരു അഡിക്റ്റ് ആണ്. ഞാൻ വിശ്വാസിയല്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ മൊണ്ണയാക്കൽ ചടങ്ങ് മാമോദീസ എന്ന് പറയുന്ന സാധനത്തിലൂടെ, ഈ സൺഡേ സ്കൂളിലൂടെ ഒരു ഇത്തരമുള്ള കാര്യങ്ങൾക്ക് പദം വരുത്തിയ ഒരു മനസ്സാണല്ലോ നമ്മുടേത്. വളരെ വളർന്നബിൾ ആയിട്ടുള്ള ഇത്തരം ഇഷ്യൂസിനോട് വളരെ ഇപ്പോഴും. അതെ, നമ്മളിതെല്ലാം ജന്മഭാവം ഉണ്ടെന്നാ പറയുന്നത്. എവിടെ ജന്മഭാവം? ആദവും പാവം ചെയ്തത് നമ്മൾ ഏറ്റെടുത്തോണ്ടിരിക്കും. ഈ ആദവും തന്നെ ഒരു കഥയാണ്. അത് കത്തോലിക്ക സഭ അത് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ബൈബിളിന്റെ ഇവരുടെ ആദ്യ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മള് മാധവ എന്ന് പറയുന്നത് നമ്മൾ ചരിത്രത്തിലേക്ക് വരാനുള്ള ഒരു വഴിയാണ്. അബ്രാഹം മുതലാണ് ക്രൈസ്തവ ചരിത്രം തുടങ്ങുന്നത്. അബ്രാഹം മുതലാണ് ദൈവത്തിന്റെ ഇടപെടലുണ്ടാകുന്നത്. ബൈബിളിൽ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ആന്റിസിപ്പേറ്ററി ബെയിലാണ്. ആദ്യമേ അവര് ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുക. ഈ അബ്രാഹം ചെയ്ത് കൂട്ടിയത് എന്തെങ്കിയാ? ഈ അബ്രാഹത്തിന് ദൈവം അബ്രാഹത്തോട് കൈക്കൂലി ചോദിക്കുന്ന കാര്യമുണ്ട് ബൈബിളിൽ. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞ ചിലർക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവും. അല്ല, ഇവർക്ക് എന്ത് കാണിച്ചാലും, ഇവര് വ്യഭിചാരം ചെയ്താലും, തട്ടിപ്പ് നടത്തിയാലും, പിടിച്ചു പറിച്ചാലും, ഇവർക്ക് എടുത്ത് വീശാൻ പറ്റാവുന്ന വചനം ഇതിനകത്തുണ്ട്. ഇവര് വേണ്ട കാര്യങ്ങൾ വായിക്കുള്ളൂ, വേണ്ടാത്തൊന്നും അവർ വായിക്കുകയല്ലോ. എന്നിട്ട് ഈ തട്ടിപ്പെല്ലാം കാണിച്ചിട്ട് ഇവൻ പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഈ വചനമില്ലായിരുന്ന ഇവന്മാർ തെണ്ടി കുത്തുവാളെടുത്തു പോയിന്. ഈ വചനം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഒരുത്തരെങ്കിലും പോവോ?
ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ ഒന്ന് വായിച്ചു നോക്ക്. അതിനകത്ത് മുഴുവൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്രിസ്തുമത വിശ്വാസിയല്ല, ക്രിസ്തുമതത്തിൽ പെട്ട ഒരാളാണ്. പക്ഷെ ഇപ്പോഴും കേട്ടോ ഈ എത്രായിരം പേരാണ് ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇത്രയും ഇവന്മാരുടെ ഈ തട്ടിപ്പിനകത്ത് വിട്ടുപോകുന്നത്? കൂടുതലും സ്ത്രീജനങ്ങൾ പോകുന്ന പ്രധാന കാരണം സ്ത്രീകളോട് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കേൾക്കും. അവര് ഓൾറെഡി നമ്മൾ ജനിതകമായിട്ട് നമ്മളൊന്നും ഈ ഇപ്പോഴും ഉള്ള ഈ നാഗരികതയിലൂടെ വന്നതല്ലല്ലോ. നമ്മളൊക്കെ വന്നതുകൊണ്ട് പണ്ട് പിറകി തീനികളായിട്ട് നടന്നവരാണ്. അപ്പൊ ഒരുമിച്ച് കൂടി ഒരു ഗോത്രമായി, ഗോത്രത്തിലെ ആചാരങ്ങളായി, അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ബുദ്ധിയുള്ളവന്മാര് സെമിറ്റിക് മതങ്ങളും മതത്തിനുള്ള ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി ബുദ്ധിയുള്ളവര്. അപ്പൊ ഒരു സമൂഹം അങ്ങനെ രൂപപ്പെട്ടു. അതിലെപ്പോഴും പെണ്ണുങ്ങളായിരിക്കും ഈ കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും, വിശ്വാസ കാര്യത്തിൽ അവരായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇവരുടെ ഈ ആർത്തിയും അത്യാർത്തിയും അല്ലേ ഇവന്മാര് ചൂഷണം ചെയ്യുന്നത്? അത് സംശയം ഉണ്ടായിരിക്കുന്നത്. പിന്നെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഇതെന്താണ്? മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് ആദ്യ ചിന്ത, എനിക്കിങ്ങനെ മഹാനാകാം മറ്റുള്ളവരുടെ മുമ്പിൽ. രണ്ടാമത് സെക്ഷൽ ഇതാണ്. മൂന്നാമത് മനുഷ്യന്റെ അതാണ് അത്യാഗ്രഹമാണ്. ഇതൊക്കെയാണ് മനുഷ്യനെ നയിക്കുന്ന മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ അസൂയ. അവന് നേട്ടം കിട്ടി, അവൻ അവിടെ പോയപ്പോഴത്തേക്ക് അവന്റെ മക്കള് രക്ഷപ്പെട്ടു. അതെ, എന്നാ നമുക്കൊന്ന് പോയി കളയാം. ഇത്രയൊക്കെ ഉള്ളു ഇതിന്റെ ശാസ്ത്രം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് ശാസ്ത്രീയമായിട്ട് തന്നെ ഉപയോഗിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിനെ ഇവര് നന്നായിട്ട് ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ ആത്മീയത എന്നാണോ അതോ ഹിപ്നോട്ടിക് തെറാപ്പി അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഒരു മാജിക് എന്ന് ശരിക്കും പറഞ്ഞാൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇഡിയോസ് മോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്ന സംഭവമാണ്. ഇഡിയോസ് മോട്ടോർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫാസിൽ ബഷീർ ഇതിനകത്ത് കാണാറുണ്ടല്ലോ. ഫാസിൽ ബഷീർ കൈ ഒന്ന് വെച്ചിട്ട് ഇതിന്റെ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ പൊക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള നമ്മുടെ തലച്ചോറ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതിന്റെ രോഗം മാറി ഒരു ഏതെങ്കിലും അത് നിങ്ങൾ ഇതിനകത്ത് ഞാൻ കേട്ടിട്ടുള്ളതാ, പുറത്തുള്ള രോഗം മാറ്റി കാണിച്ചിട്ടുണ്ടോ? ആരെങ്കിലും മന്ത്രരോഗം മാറ്റി കാണിച്ചിട്ടുണ്ടോ? മത്സരകുമാർക്ക് വേണ്ടി വെച്ചിരുന്നു 1 കോടി രൂപ ഞാൻ പ്രഖ്യാപിച്ചു. അതൊക്കെ കണ്ടായിരുന്നു, സ്ഥിരമായിട്ട് കാണുന്നു. മന്ത് മുച്ചുണ്ട്. ഇതുപോലെ ഏതെങ്കിലും രോഗങ്ങൾ ഇവർ മാറ്റി കാണിച്ചിട്ടുണ്ടോ? ഇവർക്കെല്ലാം തലച്ചോറിലെ ട്യൂമറ്, വയറ്റിലെ ക്യാൻസറ്, ഗർഭാശയത്തിലെ മുഴ. ഗർഭാശയത്തിലെ മുഴ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാല് മാറിയെന്ന് ഇവര് സ്വയം അങ്ങ് വിശ്വസിക്കുകയാണ്. പിന്നെ കാലിന് വേദന മാറി എന്നൊക്കെ പറഞ്ഞാൽ ചാടി കിടക്കുന്നു. 10 സ്റ്റെപ്പ് വെച്ചിട്ട് പിറ്റേ ദിവസം കിടപ്പാ. ഇത് അതവര് പറയാലോ. പിന്നെ ലോകത്തിൽ ഇപ്പൊ ഇത് അല്ലെങ്കിൽ തന്നെയല്ല, എന്തെങ്കിലും അത്ഭുതങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ $10 കോടി ഓഫർ ചെയ്തേക്കുന്ന ഒരു പാർട്ടി യൂറോപ്പിലുണ്ട്. അറിയാലോ, ഇവരൊക്കെ ഇത്ര പുള്ളിയാണ് ആ $10 കോടി മേടിച്ചെടുക്കുന്നത്. അയാൾ മരിച്ചു പോയി. ഒരു ആന്റി, ജെയിംസ് ആന്റി എന്താണ് അവരുടെ പേര്. അപ്പൊ അയാളുടെ മകനായി ഇപ്പൊ ചാർജ്. ഇത് ആരും ഇതുവരെ ഈ 10 കോടി മേടിച്ചിട്ടില്ല. അത്ഭുതം ഒരെണ്ണം നടത്തി കാണിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ തലച്ചോറ് നമ്മളെ കുറെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ആ ഇതുണ്ടല്ലോ, ആ സെറ്റപ്പ് ഒക്കെ പൊതുവെ ഉണ്ടല്ലോ, അടച്ചുപൂട്ടി മനുഷ്യനെ ഒരു വിഭ്രാന്തി ഉണ്ടാക്കും. ഇപ്പൊ അടച്ചു പൂട്ടിയിട്ട് ഒരു ഒറ്റ ബഹളമൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് മാറും. പിന്നെ രണ്ടാമത് ഇവരിടുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ വസ്ത്രങ്ങൾ ഇവര് തിളങ്ങുന്ന വസ്ത്രങ്ങളെ ഇടുള്ളൂ. ഈ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ഇവരുടെ ഈ മറ്റേ സാധനമായിട്ട് ആട്ടും. പിന്നെ മറ്റേ പൊക്കി പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, കപ്പ്യാരി ഇടിന്ന് മണിയൊക്കെ അടിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിലേക്ക് പഴയ മന്ത്രവാദത്തിന്റെ വേറൊരു മോഡലാണ്. ഇതൊക്കെയാണ് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവന്മാര് വല്ല കൈലിയും ഒക്കെ കൊടുത്ത് അല്ലെ മുണ്ടും ഷർട്ടൊക്കെ ഇടുന്ന ഇവന്മാരെ ആരെങ്കിലും ഏതെങ്കിലും പട്ടികൾ ഇവന്മാരെ തിരിഞ്ഞു നോക്കുവോ? ഇത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പൂച്ചാണ്ടി ഡ്രസ് ഞാൻ പറഞ്ഞു, ഈ വേഷക്കെട്ടൊക്കെ കെട്ടി ഇവൻ ഈ ഏച്ചുകെട്ടും വെച്ചുകെട്ടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോ ഈ സാധാരണക്കാർക്കും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കോ തോന്നുന്നു ഇവന്മാരെന്തോ വലിയ ദൈവത്തിന്റെ അടുത്തേക്കുന്ന കൂടി ഇനങ്ങളാണ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും ഫ്രാഡായിട്ടുള്ള ഏത് മതത്തിൽ നമ്മൾ നോക്കൂ, ലോകിത വർഗമാണ് ഏറ്റവും ഫ്രാഡായിട്ടുള്ളവർ. അല്ല, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഏക കൂട്ടർ ഇവന്മാരാ. ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതില്ലെന്നുള്ളവരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന്മാര് ഒരു ദിവസമെങ്കിലും ദൈവം എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാര് ഒറ്റ ദിവസമെങ്കിലും വെച്ചേക്കോ ഇവന്മാർക്ക് തന്നെ തോന്നത്തില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാർക്ക് ഇതുപോലെ ജീവിക്കാൻ പറ്റൂ. അതെ, അന്നേരം അത് ഇവൻ ആദ്യ ദിവസം ഒരു പേടി കാണും, രണ്ടാമത്തെ ദിവസം ഈ തരയുടെ കാണിക്കും ഇവൻ കൺഫേം ആവും ഇങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ ഇവർക്ക് ഉള്ളിൽ ഭയമില്ലല്ലോ ഇവർക്ക്. നമ്മളൊരു യുക്തിയുള്ള ഒരാൾക്ക് നമുക്കൊരാളെ ഉപദ്രവിക്കാൻ പറ്റുമോ? ഒരുത്തിനെ ഉപദ്രവിക്കാൻ പറ്റില്ല. നമുക്കൊരാളെ ഈവൻ നമ്മൾക്കൊക്കെ ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാനുള്ള മാനസികത നമുക്കില്ല. പക്ഷെ യുവമാർക്ക് മൃതദേഹത്തിന്റെ അരേന്ന് മറ്റേ അരിഞ്ഞാണം പൊട്ടിച്ചെടുക്കാനുള്ള മനസ്സിന് കാണും. അതുകൊണ്ടുണ്ട് ഇവരെന്തും ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവന്മാർക്ക് എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയാണ്. നമ്മൾ കണ്ടേക്കുന്ന ഇവർ ഇത്രയും ഫ്രാഡായ മനുഷ്യരില്ല. ഒരു മതമല്ല, എല്ലാ മതങ്ങളിലും നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരേ ഒരു പ്രശ്നം ഈ പൗരോഹിത്യ വർക്കം എന്ന് പറഞ്ഞാൽ. പണ്ട് നമുക്കറിയാവുന്നല്ലോ, റോമൻ കത്തോലിക്ക സഭയുടെ ഒക്കെ ചരിത്രം നമ്മൾ നോക്കിയാല് ഇതിനകത്ത് റോമിലെ കൊളോസിയത്തിൽ കയറിയിരുന്ന മനുഷ്യരും മൃഗങ്ങളുമായിട്ടുള്ള ഇത് കണ്ട് മൽപ്പിടുത്തം രസിച്ച് വലിച്ചു കീറുന്ന കണ്ട് സന്തോഷിച്ച ഒരു വിഭാഗമാണ് ഇവര്.
പിന്നെ ഇൻക്വിസിഷനുകളോ, അതായത് എന്തായാലും ഇവർ ഒരിക്കലും പ്രതികരിക്കാൻ വേണ്ടി ഇവന്മാരെ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കാടത്തരവാ. തിളച്ച എണ്ണയ്ക്കകത്തിടുക, കാല് രണ്ടായിട്ട് പിടിച്ച് രണ്ട് വണ്ടിയിൽ കെട്ടി വലിച്ചു കീറുക, പിന്നെ നിങ്ങളൊക്കെ തന്നെ തീ കൊടുക്കുക. ഈ ഓർത്തഡോക്സ് സഭക്കാര് വിശുദ്ധനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ നിക്കോളാസ്, പഴയ റഷ്യയിലെ ചക്രവർത്തി. ഇയാളുടെ ചരിത്രമൊക്കെ അറിയാലോ, റസ്പൂഡിന്റെ ചരിത്രവും. ഇതെല്ലാം അവര് വിശുദ്ധരാ. അതുപോലെ ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞ് ഇവിടെ കൊന്ന ആയിരങ്ങളെ കൊന്നതാണ് ഇവിടെ ഗോവൻ ഇൻക്വിസിഷന് നേതൃത്വം കൊടുത്ത അയാളും പുണ്യാളനാണ്. അതെ അതെ അതെ, അയാൾ വിശുദ്ധനാണ്, ഫ്രാൻസിസ് വിശുദ്ധനാണ്. പോപ്പുമാരിൽ എത്ര പേര് ലൈംഗിക രോഗം വന്ന് മരിച്ചവരുണ്ട്. ഈ പോപ്പ് എന്ന് പറയുന്ന ആരാ യഥാർത്ഥത്തിൽ? കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ പിന്തുടർച്ചക്കാരവര്. അല്ലാതെ ഈ ബൈബിൾ മൊത്തം വായിച്ചാല് പത്രോസ് ആ വഴി പോലും പോയിട്ടില്ല. അല്ല, ഇതിനെ ക്രിസ്ത്യാനിറ്റി എന്നാണോ പ്രാകൃത പേഗനിസം എന്നാണോ ഈ ദേശത്ത് പറഞ്ഞ് വിളിക്കേണ്ടത്? ഇത് പേഗൻ സമ്പ്രദായങ്ങളല്ല. ഈ പേഗനിസത്തിന്റെ മറ്റൊരു രീതി തന്നെ ഇവര് കാണിക്കുന്നത്. പേഗനസിന്റെ തുടർച്ച. ഇതിനെ ക്രിസ്ത്യാനിറ്റി ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഇതിനെ സഭയെന്ന് വിളിക്കാൻ പാടില്ല, ഇതിനെ മറ്റൊന്നും വിളിക്കുക. ഇത് പ്രാകൃത പേഗനിസം. ഈ പറയുന്ന അന്നത്തെ സൂര്യഭഗവാനെ ആരാധിച്ചിരുന്ന ഈ തരത്തിലുള്ള പ്രാകൃതമായ സമ്പ്രദായങ്ങളൊക്കെ ഇത് ശരിക്കും ക്രിസ്തുവിനെ അപമാനിക്കൽ നടത്തുന്ന കൂട്ടരല്ലേ ഇതെല്ലാം? അല്ല, പേഗനിസത്തിൽ നിന്ന് കടയെടുത്തല്ലേ ഇതെല്ലാം നമ്മളെ ഈ കാണിച്ചു വെക്കുന്ന മുഴുവൻ. ഈ വിശുദ്ധ ആരാധന, വിശുദ്ധന്മാർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റും വീതിച്ചു കൊടുക്കുക. ഡിവിഷൻ ഓഫ് പോർട്ട്ഫോളിയോസ് ഉണ്ടല്ലോ അവർക്ക്. അതെ, മഴയ്ക്കൊരു വിശുദ്ധൻ, അല്ലെങ്കിൽ മറ്റേ ഈ റോമൻ കോഡസസ്, അത് ഓരോന്നിനും ഓരോ രോഗങ്ങൾക്കും ഓരോ അവയവത്തിനും ഇതിലെല്ലാം വിശുദ്ധന്മാരുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടർ. ഈ പേഗനിസം കൊണ്ട് പഴയ ഗ്രീക്ക് മിഥോളജിയിൽ നിന്ന് ഇവർ ഒരുപാട് കടയെടുത്തിട്ടുണ്ട്. ജൂപ്പിറ്ററും സീയൂസും ഒക്കെ അതിന്റെയൊക്കെ വേറെ രീതിയാണിത്. അവിടെ ഉണ്ടാകുന്ന ഡിവിഷൻ ഓരോരുത്തർക്കും. അതുപോലെ വിശുദ്ധന്മാർക്ക് കൊടുത്തിരിക്കുമല്ലോ. ഇന്നും പാമ്പ് വരാതിരിക്കാൻ ഗബ്രിയേൽ പുണ്യാളച്ചൻ നേർച്ച കൊടുക്കുന്ന എത്രയോ. പിന്നെ അത് തന്നെയല്ല, അത് റോമിന്ന് പോലും പറഞ്ഞ് അതൊരു പഴയ മുത്തശ്ശിക്കത് അത് വിട്ടേക്കാൻ പറഞ്ഞ. പക്ഷെ ഇവര് പിടിയല്ലോ, നമ്മൾ വിട്ടില്ല. ഇനി ഇതൊക്കെ നമ്മളിവിടെ ഇവിടെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചെന്നാ കാണിക്കുന്നത് എന്താ? അതിലും വലിയ തമാശകളല്ലേ. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും മുതൽ മുടക്കില്ലാതെ ഇവിടെ ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന സീറോ ഇൻവെസ്റ്റ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രികളല്ലേ ഇതെല്ലാം. അല്ല, ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒന്നോർത്തു, ഇത്രയും സീറോ റിസ്ക് ഗെയിം ലോകത്തിലുണ്ടോ? ഒരു മതം ഉണ്ടാക്കാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ജനങ്ങള് അവൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കി, അവൻ പള്ളി ഉണ്ടാക്കി, അവൻ പണിത്, ഇതെല്ലാം ഉണ്ടാക്കി, അവന്റെ ചെലവിൽ ഉണ്ടാക്കി സുഖിക്കാൻ. അത്രേ ഉള്ളൂ. ഈ അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ ഈ പാപം ജയിക്കുന്നു, ഈ പാപം ദൈവത്തിന് വേണം നമ്മളെ കൊണ്ട് ജയിക്കാതിരിക്കാൻ. എന്തുകൊണ്ടാണ് മനുഷ്യൻ തെറ്റിലേക്ക് പോണത്? അല്ല, ഈ രണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഒന്ന് ദൈവം എന്ന് പറയുന്ന എലമെന്റും സാത്താൻ എന്ന് പറയുന്ന ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടല്ലേ ഈ സകല കച്ചവടവും. ഏറ്റവും വലിയ ഇത്രയും ടേൺ ഓവറുള്ള ഈ കച്ചവടം നടത്തുന്ന ഈ രണ്ട് എലമെന്റ് വെച്ചിട്ടല്ലേ. അല്ല, അതിന് പ്രധാന കാരണം എന്താണെന്നറിയോ? മരിച്ചയാരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല അത് അവിടെ എന്താന്നുള്ളവരോ. അത് ഇവർക്കൊരു രക്ഷയാണ്. അല്ല, ഈ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ ഈ പൗരോഹിത്യവർക്ക് എന്നാ അവന് ഒരു ദിവസം ഇവന്മാര് നേരത്തെ പോവുമോ മേളിലോട്ട്? അയ്യന്മാരൊന്നും പോയില്ല. ഇവർക്ക് എന്താ പറയുക, ഇതെല്ലാം തമാശ എന്നുള്ളവർ അവർക്കറിയാം. അന്നേരം അവർക്കറിയാം ഇത് ഇവന്മാരുടെ സ്വർഗം എന്ന് പറയുന്നത് ഇതാണോ, മേളിലോട്ട് പോയാലും. അതെ, അത്രേ ഉള്ളൂ. ഇവരിവിടെയല്ലേ സ്വർഗം കാണുന്നത്, അല്ലാതെ അവിടെയൊന്നും ഇല്ലല്ലോ. അല്ലാതെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ പാപം ചെയ്യുന്നെന്ന് പറയുന്നത്, ഈ പാപം ചെയ്യിക്കുന്ന ആരാ? നമ്മുടെ തലച്ചോറല്ല നമ്മളെ പാപം ചെയ്യിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പാപവും ഇത്തരം കാര്യങ്ങൾ പുണ്യവും എന്ന് പറഞ്ഞ് ഇത് പഠിപ്പിച്ച് സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ മനുഷ്യന്റെ സമനില തെറ്റിക്കുന്ന സത്യം പറഞ്ഞാൽ ഈ അവന്റെ സത്യം പറഞ്ഞ മനസ്സമാധാനം കെടുത്തുന്നത് ഇവരല്ലേ. അല്ല, ഇവർക്ക് മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈ പ്രശ്നങ്ങളുണ്ട്. കമ്മ്യൂണിസം വളരുവാൻ ദാരിദ്ര്യമാണ് അത്യാവശ്യം എന്ന് പറഞ്ഞ പോലെ മതക്കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലല്ലേ. അതായത് അത്യാവശ്യം ഒന്ന് ശ്രദ്ധിക്കുക, അതായത് നല്ല സമ്പന്നനായിട്ടൊരാള്, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഇവൻ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധ പോകുമോ? ഒരിക്കലും പോയില്ല. അതേസമയം ദാരിദ്ര്യമോ വീട്ടിൽ പ്രശ്നമോ കുടുംബ പ്രശ്നമോ ഉണ്ടെങ്കിൽ അവൻ പോയി വേണേൽ മദ്യപിക്കാം. അല്ലെ, സമ്പന്നൻ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം, അവന് മറ്റുള്ളവരെ പ്രീതി കിട്ടാൻ വേണ്ടി അവൻ ചിലപ്പോൾ പള്ളിയിൽ പോയി കിട്ടും. അവന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ മഹാൻ. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഉദ്ദേശം മനുഷ്യന്റെ കണ്ണ് തള്ളിക്കുക. എന്റെ ഇത് സംഭവം കണ്ട് മറ്റവന്റെ കണ്ണ് തള്ളുക എന്ന് പറഞ്ഞൊരു സാധനമല്ല നമ്മുടെ ഒരു ശരാശരി. പിന്നെ വേണം അത് അത്രേ ഉള്ളൂ. ഇതൊക്കെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ എനിക്കിതൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നയാളാണ്. കാരണം എപ്പോഴും ഭൂരിപക്ഷത്തിനൊപ്പം നിന്നാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അത് ഇവർക്കും അറിയാം. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ജനങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലേ സർക്കാരുകൾ ഇവരുടെ കൂടെ നിൽക്കുന്നത്?
അതെ, ഈ ജനങ്ങള് ഇവരെ പോടാവില്ലെന്ന് പറഞ്ഞാൽ ആരാ മൈൻഡ് ചെയ്യുന്നു? ഇന്ന് ഇവന്മാരുടെ ഈ പൂച്ചാണ്ടി വേഷക്കാരന്മാരുടെ അരമനകൾ തോറും ഇവന്മാർ കയറി നിരങ്ങുന്നുണ്ടെങ്കിൽ, ഇവനെ തൊട്ട് തൊഴുന്നുണ്ടെങ്കിൽ, ഇവനെന്തോ സംഭവം ഇവന്റെ പുറകിൽ 10 പേരുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞു, കാരണം രാഷ്ട്രീയക്കാർ കയറുന്നത് എന്തുകൊണ്ടാ? ഇവന്റെ പുറകെ കുറച്ച് പേരുണ്ട് എന്നുള്ള ചിന്ത കൊണ്ടാ. അത് അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ ന്യൂജൻ സഭകൾ എന്ന് പറഞ്ഞ ഓരോരുത്തന്മാർ സ്വന്തമായിട്ട് ഒരു സഭ ഉണ്ടാക്കി ചുമ്മാ നൈറ്റ് അടിച്ചിട്ട് നടക്കുമല്ലോ. ഇവരൊന്നും ആരെങ്കിലും വഴിയെ പോകുന്നോണ്ട് ആരെങ്കിലും മൈൻഡ് ചെയ്യൂ? ആരും മൈൻഡ് ചെയ്യില്ല. അതേസമയം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു റിലീജിയസ് കച്ചവട കേന്ദ്രമാണെങ്കിൽ ഇതുണ്ടാണ്. പിന്നെ നമ്മൾ ബൈബിളിലാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് നീ വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് 2ാമത്തെ കൽപ്പന, പുറപ്പാട് പുസ്തകം 20ാമത്തെ അധ്യായം 20ാമത്തെ അധ്യായത്തിൽ കിടക്കുന്ന നമ്മുടെ 2ാമത്തെ കൽപ്പന വളരെ നീട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഭൂമിയിലോ അതിനുമേൽ ആകാശത്തിലോ അതിന് കീഴിൽ ആഴിയിലോ ഉള്ള ഒന്നിന്റെയും ഒരു രൂപം ഉണ്ടാക്കുകയോ അവയ്ക്ക് മുന്നിൽ നീ പ്രണമിക്കുകയോ ചെയ്തത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ്, അസഹിഷ്ണുവായ ദൈവം, ഇത് ചെയ്യുന്നവരെ തലമുറകളായി ശിക്ഷിക്കുമെന്ന് ഇത്ര നീട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ആ കൽപ്പന എടുത്ത് ഇവർ ദൂരോട്ട് കളഞ്ഞു. ഈ ശരിക്കും ലാസ്റ്റത്തെ കൽപ്പന എന്നാ? ലാസ്റ്റത്തെ കൽപ്പന ആദ്യമേ യഹോവയുടെ തന്നെ ഒരു പ്രതിമയും ഉണ്ടാക്കി. അതെ, അതൊന്നും 10ാമത്തെ ഇവര് 10 എങ്ങനെയാ അതറിയത്തില്ലേ? 10ാമത്തെ കൽപ്പന 2 അതായത് അന്യന്റെ കുതിരയോ കഴുതിയോ ഭാര്യയോ ഒന്നുമേ മോഹിക്കരുതെന്നാ ശരിക്കും പഴയ ബൈബിളിലെല്ലാം കിടക്കുന്നത്. അതിനെ 2 അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. അപ്പൊ 10 കഴിഞ്ഞു. 2ാമത്തെ എടുത്ത് ദൂരോട്ട് കളഞ്ഞു. അല്ലെ ബൈബിൾ വായിച്ചോ? എങ്ങനെയാ? ഞാൻ വിശ്വസിക്കുന്നത് എങ്കിലും ഞാൻ പറയുക, നമ്മളിത് വായിക്കുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാല് ഇത് ഇത്രയും ലാഭകരമായ ഒരു കച്ചവടം ഇല്ല, ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, തൊഴിൽ ഉറപ്പാണ്. എവിടെ ചെന്നാലും ഇതിന് പറഞ്ഞ പോലെ പന്തയിൽ മുഖ്യാസനം, അങ്ങാടിയിൽ വന്ദനം, റബ്ബി റബ്ബി എന്നുള്ള വിളി, ഇതെല്ലാം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ശരിക്കും ഇതിന്റെ ശാസ്ത്രം ഇതാണ്. കാരണം നമ്മള് 1,00,000 പേര് 6 കാര്യങ്ങൾ വെച്ചാൽ അതിൽ 5,000 പേരുടെ എങ്കിലും ഒരു കാര്യം സാധിക്കും. ഈ 5,000 പേര് എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് വിളിച്ചു പോകും. കോഴി മുട്ടയിട്ട് കൂവുന്ന പോലെ അവരോടൊന്ന് കൂവും, എനിക്ക് ഇന്ന പോലെയൊക്കെ സംഭവിച്ചു. അപ്പം അടുത്ത വിശ്വാസികൾ വരും. ഇതൊക്കെ തന്നെയാണ്. അതായത് ഈ കള്ളപ്പാതിരുടെ കുർവാസനത്തിൽ വന്നിരുന്ന് അവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രം അനുഗ്രഹം കൊടുക്കുന്ന ഈ അമ്മ ആരാ? അതതിലും കഷ്ടം. അതന്നെയല്ലോ നല്ല നീല നിറമൊക്കെ. ആരുടെ അമ്മ ഇത്? എനിക്കറിയത്തില്ല. മൊണ്ണക്കുഞ്ഞുങ്ങൾ ഇത് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? ഇത് വിശ്വാസമൊക്കെ മാറും. ഒരു 10-25 വർഷം കൂടെ കഴിയുമ്പോൾ കുറെ മാറ്റം ഉണ്ടാകും. കാരണം ഇതൊക്കെ മാറും, യുക്തിന്റെ ഒക്കെ മനുഷ്യനിലേക്ക് ഉണ്ടാവും. കാരണം ഇത് അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അവന്റെ ജീനിനകത്ത് അലിഞ്ഞു കിടക്കുന്നത്. കാരണം ഇതൊരു തലമുറ മിനിമം ഈ ഒരു മാറ്റം പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു തലമുറ, ഒരു ലൈഫ് സ്പാനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒരു 10-75 വർഷം കൊണ്ട് ഇത് ഈ പറയുന്ന സംഭവം ആളുകൾ എടുത്ത് തറയിലടിക്കത്തുള്ളൂ. അതുവരെ ഇവന് പേടിയാ. ഇതെങ്ങാണ് ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ശാപം കിട്ടുമോ, കുടുംബം മുടിഞ്ഞു പോകുമോ? എന്ത് ശാപം കിട്ടാൻ? ഈ ശാപം എന്ന് പറയുന്ന സാധനം എന്താ? എല്ലാത്തിനെയും ഇവര് ശാസ്ത്രീയവൽക്കരിക്കരുത്. ശാസ്ത്രം പഠിപ്പിക്കും, ജീവിതത്തിൽ ഇതൊന്നും പാടില്ല. അതാണ് അത്രയും ഡൈക്കോട്ടമിക് ആയിട്ടുള്ള ഒരു അതെ. ഇത്രയും എല്ലാം നമ്മളിപ്പം സ്പേസിൽ പോകാനുള്ള സംവിധാനങ്ങളും അവിടെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളും എല്ലാം പോലും നമ്മൾ ഇന്നും ഈ പറഞ്ഞ പൂച്ചാണ്ടി പരിപാടിയുമായിട്ട് അതെ നമ്മളെപ്പോഴും നടക്കുക. സ്പേസിലോട്ട് നമ്മുടെ വാഹനം വിടുന്നതിന് മുമ്പ് തന്നെ അതിൽ മറ്റേ ആനാമ്പെള്ളമൊക്കെ ചിലപ്പോ തൂത്ത്, അതെ അത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. മറ്റേ തിരി കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണ് അത് തന്നെ ചിന്തിച്ചാൽ ശാസ്ത്രം പഠിച്ചവന്റെ ഗതി തന്നെ നമ്മളിപ്പോ ചിന്തിച്ചാൽ മതി. ശാസ്ത്രം പഠിച്ചവൻ ചെയ്ത കണ്ടില്ലേ പൂജിച്ചു പോയി ഇട്ടത്. കാരണം ഇതൊന്നും പെട്ടെന്ന് മാറിയല്ല, മനുഷ്യന്റെ ജീനിൽ അലിഞ്ഞാറ്. കാരണം ഈ തലച്ചോറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാം? അത് തലച്ചോറ് ശരിക്കും മടിയനാണ്. അവനൊരു കാര്യത്തെ കൂടുതൽ ചിന്തിക്കുക. അതിനൊക്കെ കാരണം അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത, നമുക്ക് ലോജിക്ക് കിട്ടാത്ത സാധനങ്ങളെല്ലാം നമ്മൾ നേരെ തട്ടിക്കൊടുക്കും. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കളിയാ. ദൈവമാണ് ഇതിന്റെ എല്ലാം ഇത്. അപ്പൊ പിന്നെ അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നും അല്ല അത്. അപ്പൊ ഈ തലച്ചോറിനുള്ള ഒരു പ്രത്യേകത നമുക്ക്, അത് ഏറ്റവും കൂടുതൽ എനർജി വേണ്ട സംഭവം തലച്ചോറ്. അത് 25% നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എനർജി വേണ്ട തലച്ചോറിനാണെന്ന് പറയുന്നത്. ഇത് തലച്ചോറ് എന്ത് ചെയ്യും? അതിനനുസരിച്ച് തലച്ചോറ് മടിയനാ, കൂടുതൽ ചിന്തിക്കുകയല്ല. അല്ല, അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം കൂടുന്തോറും അവൻ ഈ കൂടുതൽ ഈ പറയുന്ന ദൈവം എന്ന എലമെന്റിലേക്ക് ഇവന്റെ റിസ്ക് എല്ലാം അങ്ങ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവൻ മൊത്തം അങ്ങ് കമന്ന് കിടക്കുകയാണ്. എല്ലാം ദൈവത്തിലേക്ക് വരമേൽപ്പിച്ച് ഞാനിതാ. അതെ, അവനെ വിചാരിക്കുന്നത് എന്താണെന്നറിയാം? ഇതെല്ലാം ദൈവത്തിന്റെ കളിയാണ്. മിക്കവാറും നമ്മൾ വേറെ ഒരു എങ്കിലും പള്ളിയിൽ പോകണവനോ അല്ലെ അമ്പലത്തിൽ പോകണോ, ഏത് മതം ആയിക്കോട്ടെ, അവനും എന്തെങ്കിലും ഇത് കാണും, പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും. അവന്റെ സാമ്പത്തിക നില വെച്ചായിരിക്കും. കണ്ടോ, അവൻ ദിവസവും പള്ളിയിൽ പോകുന്നവനാണ്, അതുകൊണ്ടാണ് അവന് കിട്ടിയത്. എന്നാൽ അവൻ കഷ്ടപ്പെടുന്നു, അവൻ എടുക്കുന്ന എഫേർട്ടോ ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല, ഒന്നുമില്ല. ഇനി ഈ പള്ളിയിൽ പോകുന്നവനും ദൈവവിശ്വാസിക്കും രോഗം വന്നാലോ? ഇതൊക്കെ ദൈവം തരുന്ന സഹനമാണ്. പോയി വേണം ഒരു കരുണക്കൊന്ത ചൊല്ലിക്കോളാൻ പറയും. അല്ല എന്തിനുവേ
ഇത് ഈ പറഞ്ഞ പോലെ ഇതാണെന്നുണ്ടെങ്കിൽ പറയും അത് ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് പറയും. അതെ, ഇത് അനി എന്തെങ്കിലും സംഭവിച്ചാലാ ദൈവവിശ്വാസം ഇല്ലാതെ നടക്കുമല്ലേ, അതിന്റെ ബാക്കിയാ ഇപ്പൊ കണ്ടോന്ന് ചോദിക്കും. ഇവന് ഇഷ്ടമില്ലാത്തവന്റെ വീട്ടിൽ മരണം നടന്നാ പറയും അത് ദൈവത്തിന്റെ അതെ കണക്ക് തീർത്താണ്, ദൈവം ഇന്ന് കൊടുത്ത ശിക്ഷയാന്ന് പറയും. ഇവന്റെ വീട്ടിൽ നടന്നാ പറയും അത് പരീക്ഷണമാണെന്ന്. അതെ, ഞാൻ കാണാറുണ്ട്, ഞാൻ നിങ്ങളെ എല്ലാം ഇത് കാണാറുണ്ട്. മറ്റേ 25,000 രൂപ പുഴുക്കുമൊക്കെ കണ്ടു റീസെന്റ് ആയിട്ട്. ഇത് അപ്പോഴാ തോന്നി ഒന്ന് വിളിക്കണമെന്ന്. പിന്നെ പൂതാശ സ്വർഗത്തിലേക്ക് വിടുന്നതിന് മിനിമം ഫ്യൂലൊക്കെ കത്തിച്ച് വരുമ്പോ അത്യാവശ്യം പുഴുക്കൊക്കെ തിന്നാലല്ല ഇച്ചിരി കാർബോഹൈഡ്രേറ്റ് ഒക്കെ ശരീരത്തിലുണ്ടാവുള്ളൂ. അതെ, അത് പുള്ളി നിഷേധിച്ചില്ലല്ലോ, പുള്ളി എങ്കിലും തൊടാതല്ലേ മറുപടി പറഞ്ഞു. ആളുടെ പറഞ്ഞ അത് കൃത്യം നമ്മള് രേഖ തെളിവെടുത്ത് വെച്ചിട്ടില്ല എങ്ങനെ വിളിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ ബിഷപ്പ് കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും കള്ളം പറയാതിരിക്കാനായിട്ട് റെക്കോർഡിക്കലാകാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ അന്നേരം ഫോൺ കട്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയത്. അല്ല, ഇത് ഞാൻ പറയുന്നത് നിങ്ങളെ പറ്റി ഇതിന് ശാസ്ത്രീയ വശം ഇപ്പൊ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കണേ, ഇതൊരു ശാസ്ത്രമാണ്. ഇത് ബുദ്ധി കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ. പ്രോബിലിറ്റി, സാധ്യത എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ ഇത് അതിലൂടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാകേണ്ട ബുദ്ധി. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും തലയിൽ കയറാത്ത മണ്ണം വിശ്വാസികൾ വീണ്ടും ഇത്തരം പൈശാചിക കേന്ദ്രങ്ങളിൽ ഇനിയും പോകുക, കിട്ടുന്ന പണി മേടിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.